സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ് ബലരാമനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുന്നു. ഡോറൊക്കെ തട്ടി വിളിക്കുന്നെങ്കിലും ആരും വന്ന് ഡോറ് തുറക്കുന്നില്ല. ബലരാമൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ താൻ ദുബായിലേക്ക് പോകുമെന്ന്. ഇനി ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കാണുമോ എന്ന് കൃഷ് മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ പുറത്ത് ഒരാളുടെ സൗണ്ട് കേട്ടതും നമ്മുടെ മീരയാണെങ്കിൽ ഒച്ച വെക്കാൻ ശ്രമിക്കുന്നു. ഒച്ച വെക്കാൻ തുടങ്ങിയതും സുമിത്രയും ബാലഗോപാലും കൂടി അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് സുമിത്ര മീരയോട് പറയുന്നു, ഒച്ച വെക്കാനെങ്ങാനും ശ്രമിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. അത് കേട്ടിട്ട് മീരയാണെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നു. ഒച്ച വെക്കാനും ശ്രമിക്കുന്നില്ല. അതിനിടയ്ക്ക് ഭാഗ്യശ്രീയും എങ്ങനെയൊക്കെയോ വായിൽ മൂടിക്കെട്ടി ആ തുണിയാണെങ്കിൽ അഴിച്ചെടുക്കുന്നുണ്ട്. അതേസമയം മീരയെ സുമിത്രയുടെ ബാലഗോപാലിൻ്റെയും ഗുണ്ടകൾ ഭാഗ്യശ്രീയുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നിരുത്തി കെട്ടിവെക്കുന്നു. അങ്ങനെ വായിൽ നിന്ന് തുണി പോയ ഭാഗ്യശ്രീ ആണെങ്കിൽ മീരയോട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. നമുക്കിവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് മീര ചോദിക്കുമ്പം മിക്കവാറും നമ്മുടെ ഭാഗ്യശ്രീ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. സുമിത്രയെയും ബാലഗോപാലിനും അവർ പറയുന്നത് കേൾക്കുന്ന രൂപത്തിൽ അനുസരിച്ച് നിൽക്കണം. തക്കം പോലെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ച് സഹായം ചോദിക്കാം എന്നായിരിക്കും മിക്കവാറും നമ്മുടെ കൃഷിനെയോ അല്ലെങ്കിൽ കൺമണിയോ ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ ചാൻസ് ഉണ്ട്. കൃഷാണെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞിട്ടും വരാത്തതിനെ തുടർന്ന് സുജിക്കും സാഗറിനും നല്ല ടെൻഷനുണ്ട്. സുജി ആണെങ്കിൽ ആ ടെൻഷൻ സാഗറിനോട് പറയുന്ന സമയത്ത് ഇന്ന് അവൻ്റെ ദിവസമല്ലേ, അവൻ കുറച്ച് സമാധാനത്തിലൊക്കെ വരട്ടടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കൃഷാണെങ്കിൽ തിരികെ വീട്ടിൽ വന്ന് കൃപയോടും സാഗറിനോടും സുചിത്രയോടും ചില കാര്യങ്ങൾ പറയുന്നു. അതായത് താൻ ഇന്ന് ബലരാമനേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നെന്നും അവിടെ ആരെയും കണ്ടില്ല, മിക്കവാറും ഏട്ടൻ തിരികെ പോയ ലക്ഷണമൊക്കെ ഉണ്ട്. ആ വീട്ടിൽ ആകെ ഒരു നിശബ്ദത, പേടിപ്പെടുത്തുന്ന ഒരു നിഗൂഢതയൊക്കെ ഉള്ള പോലെ തോന്നിയെന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ സുജിക്ക് വീണ്ടും ടെൻഷനാകുന്നു. ബലരാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവൻ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ സുജി അലട്ടുന്നുണ്ട്. മാനസ, വരുൺ, അനിരുദ്ധ് എന്നീ വലിയ ശത്രുക്കളെ, അതായത് കൺമണിയുടെയും കൃഷിൻ്റെയും പതനം കാത്തിരുന്ന വലിയ ശത്രുക്കളെ ഒന്നൊതുക്കിയ സമയത്താണ് സുമിത്രയുടെയും ബാലഗോപാലിൻ്റെയും അടുത്ത നീക്കം. ഇതിനെ എന്തായാലും കൺമണി തന്നെ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി ബലരാമനെയും മീരയെയും ഭാഗ്യശ്രീയെയും രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജീവനോടെ തിരികെ വരുന്ന ബലരാമൻ ഒരു കാരണവശാലും ഇനി സുമിത്രയെയും ബാലഗോപാലിനെയും വെറുതെ വിടാൻ പോകുന്നില്ല. ഇത്രയും നാൾ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും എല്ലാം ബലരാമൻ കൊടുത്തിരുന്നു. പിന്നീടാണ് ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. എങ്കിലും വളർത്തച്ഛനും വളർത്തമ്മയും എന്നുള്ള പേരിൽ ഒരു പരിഗണന കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റും കഴിഞ്ഞ് അവരോരോ ക്രൂരത കാണിക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും ബലരാമൻ ഇനി അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല. ബലരാമൻ്റെ രക്ഷയ്ക്കായി സാഗറും സുചിത്രയും കൃഷും കൃപമോളും കൺമണിയൊക്കെ ഇനി എന്ത് നീക്കം നടത്തുമെന്ന് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.